അപ്പോൾ ഞാൻ ഇങ്ങോട്ട് വരുമ്പോൾ തന്നെ നജീബിനോട് സംസാരിച്ചിട്ടാവുന്നു. അപ്പോൾ പാലക്കാട് ഒരു തുണിക്കടയുടെ ഉദ്ഘാടനത്തിന് അദ്ദേഹം പോയിരിക്കുന്നു എന്നാണ് അദ്ദേഹം പറഞ്ഞത്. ഞങ്ങൾ ഷൂട്ട് ചെയ്തത് തന്നെ 3 മണിക്കൂർ 55 മിനിറ്റ് ഉണ്ടായിരുന്ന സാധനത്തിൽ ആ ഷൂട്ട് ചെയ്തതിൽ നിന്ന് തന്നെ 1 മണിക്കൂർ കട്ട് ചെയ്ത് കളയേണ്ടി വന്നു, തിയേറ്റർ പർപ്പസിന് വേണ്ടി മാത്രം. അദ്ദേഹത്തിൻ്റെ ശരീരം തന്നെ വിട്ടുകൊടുത്തുകൊണ്ട്, പരീക്ഷണത്തിന് വിട്ടുകൊടുത്തുകൊണ്ട് നിൽക്കുകയൊക്കെ ചെയ്തു എന്നുള്ളതാണ് ആ സിനിമയുടെ ഒരു വലിയ വിജയത്തിന് കാരണം എന്ന് പറയുന്നത്. സിനിമയാണ് ഇനി നാളെ മുതൽ എൻ്റെ ജീവിതം എന്ന് വിചാരിച്ച് ഞാൻ എൻ്റെ ഇത്രയും കാലം, എൻ്റെ 4 നൂറ്റാണ്ട് കാലത്തെ എൻ്റെ ജീവിതത്തെ, എൻ്റെ സ്വപ്നത്തെ ഒന്നും ഉപേക്ഷിക്കാൻ തയ്യാറാണ്. ഞങ്ങൾ വിശ്വസിക്കുന്നത്. നജീബ് എന്ന് പറയുന്ന മനുഷ്യൻ പുസ്തകം അറിഞ്ഞപ്പോഴും അറിയാമെങ്കിൽ പോലും സ്വാഭാവികമായും സിനിമയ്ക്കുള്ളൊരു പ്രശസ്തിയുണ്ട്. ഈ പറഞ്ഞതുപോലെ ലോകത്തെമ്പാടുമുള്ള ജനങ്ങളിൽ പെട്ടെന്ന് ഒറ്റ നിമിഷത്തിൽ അറിയുക എന്ന് പറയുന്നതോടുകൂടി നജീബിൻ്റെ ജീവിതം അടിപിടി മാറി മറിഞ്ഞിട്ടുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ ഞാൻ ഇങ്ങോട്ട് വരുമ്പോൾ തന്നെ നജീബിനോട് സംസാരിച്ചിട്ടാവുന്നു. അപ്പോൾ പാലക്കാട് ഒരു തുണിക്കടയുടെ ഉദ്ഘാടനത്തിന് അദ്ദേഹം പോയിരിക്കുന്നു എന്നാണ് അദ്ദേഹം പറഞ്ഞത്. അപ്പോൾ സ്വാഭാവികമായിട്ട് അതിനു മുമ്പ് ഫാമിലിയായിട്ട് ദുബൈയിൽ പോയി മറ്റനേകം പരിപാടികൾ. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഒരു സോഷ്യൽ സ്റ്റാറ്റസ് എന്ന് പറയുന്നത് വളരെയധികം ഉയർന്നിട്ടുണ്ട് എന്നുള്ളത് യാതൊരു സംശയമല്ല. അത് അഭിമാനിക്കുന്ന ഒരു കാര്യമാണ്. കാരണം ഒരു സാധാരണ എന്താണ് ഗൾഫിൽ ആക്രി പറക്കി നടന്ന ഒരു മനുഷ്യൻ ഇവിടെ വന്ന് മത്സ്യത്തൊഴിലാളിയെ നടക്കുന്ന ഒരു മനുഷ്യൻ, അദ്ദേഹത്തെ കേരളീയ സമൂഹം ആദരിക്കുന്നു, സ്നേഹിക്കുന്നു, ബഹുമാനിക്കുന്നു, അദ്ദേഹത്തെ കൊണ്ടു നടക്കുന്നു എന്ന് പറയുന്നത് മലയാളി സമൂഹം നൽകുന്ന ഒരു വലിയ സ്നേഹമായിട്ട് ഞാൻ കാണുന്നത്. തീർച്ചയായിട്ടും അദ്ദേഹത്തിൻ്റെ സോഷ്യൽ സ്റ്റാറ്റസ് ഉയർന്നിട്ടുണ്ട്, അദ്ദേഹത്തിൻ്റെ ജീവിത നിലവാരം ഉയർന്നിട്ടുണ്ട്, അദ്ദേഹത്തിൻ്റെ സാമ്പത്തിക നിലവാരം ഉയർന്നിട്ടുണ്ട്. അത് സിനിമ നൽകിയ ഒരു പ്രശസ്തി ഒന്നുകൊണ്ട് തന്നെയാണ് എന്ന് ഉറപ്പിച്ച് പറയാൻ കഴിയും. നജീബിൻ്റെ വളർച്ചയിൽ യഥാർത്ഥത്തിൽ നജീബ് പോലും പ്രതീക്ഷിക്കാത്തത്ര ആഹ്ലാദമോ അല്ലെങ്കിൽ അത്ഭുതമോ നജീബിന് തന്നെയുണ്ട്. അപ്പം നജീബ് ഒരു ദിവസം ചെന്നപ്പോൾ എന്നോട് പറയായിരുന്നു, ഇവിടെ ഒരു വള്ളം നീറ്റിലിറക്കാൻ എന്നെ വിളിച്ചിരിക്കുന്നു എന്ന് പറയുകയാണ്. അപ്പോൾ അദ്ദേഹം ഒരിക്കലും പ്രതീക്ഷിക്കാതിരുന്ന ഒരു ഉന്നതി ഉണ്ടായി എന്നുള്ളൊരു സന്തോഷമാണ് നജീബിനുള്ളത്. അത് തീർച്ചയായിട്ടും എനിക്കും വലിയ സന്തോഷമുള്ള കാര്യമാണ്. എഴുത്തുകാരൻ്റെ ദൗത്യം എഴുതി സമൂഹത്തിന് കൊടുക്കുക എന്നുള്ളതാണ്.
അതിനെ എങ്ങനെ കൊണ്ടുപോകുന്നു, അതെങ്ങനെ വലുതാവുന്നു എന്നൊക്കെ ഉള്ളത് ദൂരെ നിന്ന് മാറി നിന്ന് കാണുക, അത് ആസ്വദിക്കുക, അതിൽ അഭിമാനിക്കുക എന്ന് മാത്രമേ ഉള്ളൂ. അപ്പം സ്വാഭാവികമായിട്ടും ഏതൊരു എഴുത്തുകാരനും ആഗ്രഹിക്കുന്നത് അയാളുടെ പേരിനേക്കാൾ അയാളുടെ കൃതിയുടെ പേര്, അയാളുടെ കഥാപാത്രങ്ങളുടെ പേര് ഉയർന്നു നിൽക്കുക എന്നുള്ളതാണ്. അപ്പം ബെന്യാമിൻ എന്ന പേരിനേക്കാൾ സമൂഹം അറിയേണ്ടത് ആടുജീവിതവും നജീബുമാണ് എന്ന് വിചാരിക്കുന്ന ഒരാളാണ്. ഞാനതിലൊക്കെ അഭിമാനിക്കുകയും സന്തോഷിക്കുകയും ചെയ്യുന്ന ഒരാളാണ്. അങ്ങനെ വളരട്ടെ എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ഒന്ന് രണ്ട് കാര്യങ്ങളുണ്ട്. ഒന്ന്, ഒരു പുസ്തകം അപ്പാടെ അതുപോലെ ചിത്രീകരിക്കുക എന്ന് പറയുന്നത് സാധ്യമായ കാര്യമില്ല. നമ്മളൊരു 2-3 മണിക്കൂറിനുള്ളിൽ അത് ഒതുക്കി തീർക്കുക സാധ്യമല്ല. അപ്പോൾ ഒരു സംവിധായകൻ്റെ നിശ്ചയങ്ങളാണ് ഏതൊക്കെ ഭാഗം ഒഴിവാക്കണം, ഏതൊക്കെ ഭാഗം ഉൾപ്പെടുത്തണം, ഏത് രീതിയിൽ അതിനെ വ്യാഖ്യാനിക്കണം എന്നുള്ളത്. നമ്മൾ ഓരോരുത്തരും വായിച്ചപ്പോൾ ആ പുസ്തകത്തിൻ്റെ 43 അധ്യായത്തിന് 43 തരം വ്യാഖ്യാനങ്ങൾ കൊടുത്തു, നമ്മളുടേതായ സ്വന്തം വ്യാഖ്യാനങ്ങൾ കൊടുത്തു. അദ്ദേഹത്തിൻ്റെ ഒരു വ്യാഖ്യാനമാണ് നാം കണ്ടത് എന്നുള്ളതാണ്. പിന്നീട് ഈ പലപ്പോഴും വൈകാരികമായ പല സീനുകളും ജനങ്ങൾ ആഗ്രഹിച്ചത് അല്ലെ ഉണ്ടാവണമെന്ന് ആഗ്രഹിച്ച സാധനങ്ങൾ ഇല്ലാതെ പോയതിൻ്റെ ഒന്ന് എന്ന് പറയുന്നത് ഈ പറഞ്ഞതുപോലെ അതിൻ്റെ സമയത്തിൻ്റെ ഒരു പരിമിതിയാണ്. ഞങ്ങൾ ഷൂട്ട് ചെയ്തത് തന്നെ 3 മണിക്കൂർ 55 മിനിറ്റ് ഉണ്ടായിരുന്ന സാധനത്തിൽ ആ ഷൂട്ട് ചെയ്തതിൽ നിന്ന് തന്നെ 1 മണിക്കൂർ കട്ട് ചെയ്ത് കളയേണ്ടി വന്നു, തിയേറ്റർ പർപ്പസിന് വേണ്ടി മാത്രം. 2:55 കുറച്ചു. അപ്പോൾ തന്നെ എത്ര ഭാഗങ്ങൾ പോയിട്ടുണ്ടാവുമെന്ന് നമുക്ക് ഊഹിക്കാമല്ലോ. അപ്പോൾ അത്തരം ഒരു സ്വാതന്ത്ര്യം സംവിധായകന് കൊടുക്കുക എന്നുള്ളതാണ് നമുക്ക് ചെയ്യാവുന്ന ഒരു എഴുത്തുകാരൻ എന്ന നിലയിൽ ഞങ്ങൾ തമ്മിലുള്ള ഒരു യോജിപ്പ് എന്ന് പറയുന്നത്. അത് തീർച്ചയായിട്ടും കൊടുത്തിട്ടുണ്ട്. ഏതൊക്കെ സീനുകൾ വേണം വേണ്ട എന്നതിനെ സംബന്ധിച്ച് ഞങ്ങൾ ചർച്ചകൾ നടത്തിയിട്ടുണ്ട്. ചില സീനുകൾ എടുത്തിരുന്നു, അത് നമുക്ക് ഉപയോഗിക്കാൻ കഴിഞ്ഞില്ല. അതൊക്കെയാണ് ഒരുപക്ഷെ വായനക്കാരെ സംബന്ധിച്ചിടത്തോളം ആ സീനുകളൊന്നും വന്നിട്ടില്ലല്ലോ എന്നുള്ള ഒരു സങ്കടം വരുന്നതിൻ്റെ കാരണം. അത് സിനിമയുടെ ഒരു പരിമിതിയായിട്ട് മാത്രം നമ്മളതിനെ കണ്ടാൽ മതി. കാരണം തിയേറ്ററിൽ നമുക്ക് 3 മണിക്കൂറിൽ കൂടുതൽ ഒരു സിനിമ ഒരു പ്രേക്ഷകനെ പിടിച്ചിരുത്തുക എന്ന് പറയുന്നത് അത്ര എളുപ്പമല്ലാത്തത് കൊണ്ട് കുറേ ഭാഗങ്ങൾ നമുക്ക് കളയേണ്ടി വന്നിട്ടുണ്ട്. ആടുജീവിതം നോവലിൽ നജീബിൻ്റെ പ്രണയത്തെക്കുറിച്ച് അധികമൊന്നും പറയുന്നില്ല. വളരെ നേരിയ പരാമർശങ്ങളും ചേരിയ ഓർമ്മകളുമുള്ളൂ. പക്ഷേ ഒരു സിനിമ എന്ന നിലയിൽ തിയേറ്ററിലേക്ക് വരുമ്പം പ്രത്യേകിച്ച് A.R. റഹ്മാനെ പോലെ ഒരാൾ വരുമ്പോൾ അദ്ദേഹത്തിൻ്റെ സംഗീത സാധ്യതകളൊക്കെ ഉപയോഗിക്കുന്നതിന് വേണ്ടി പാട്ട് ഉൾപ്പെടുത്തുക, പ്രണയ സീനുകൾ കൂടുതൽ ഉൾപ്പെടുത്തുക എന്നൊക്കെ പറയുന്നത് ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അതൊക്കെ നമ്മൾ അതിനോട് യോജിച്ചുകൊണ്ടാണ് നമ്മൾ തുടക്കം മുതലേ നിൽക്കുന്നത്. അല്ലാതെ എഴുത്തുകാരനും സംവിധായകനും തമ്മിലൊരു യുദ്ധം ഉണ്ടാക്കിയിട്ട് നടക്കുന്ന ഒന്നല്ല സിനിമ എന്ന് പറയുന്നത്. പൂർണ്ണമായും നമ്മുടെ കഥ അദ്ദേഹത്തിന് വിട്ടുകൊടുക്കുകയും അദ്ദേഹത്തിൻ്റേതായ സങ്കല്പത്തിൽ നിന്നുകൊണ്ട് അതിനെ സൃഷ്ടിക്കാനുമാണ് ശ്രമിച്ചിട്ടുള്ളത്. അപ്പോൾ അതിന് അതിൻ്റേതായ സാധ്യതകൾ എല്ലാം ഉൾപ്പെടുത്തിക്കൊണ്ട് അതിൻ്റേതായ ചേരുവകൾ, സിനിമ എന്ന് പറയുന്ന കലയുടേതായ ചേരുവകളെല്ലാം ഉൾപ്പെടുത്തിക്കൊണ്ടാണ് അത് ചെയ്തിട്ടുള്ളത്. അത് നമുക്ക് വിയോജിപ്പുണ്ടെങ്കിലും ഇല്ലെങ്കിലും അതിനോട് ചേർന്ന് നിൽക്കുക എന്നുള്ളതാണ് അതിന് ഏറ്റവും കരണീയമായ മാർഗം എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. പൃഥ്വിരാജ് സിനിമയിലേക്ക് വന്നത് വലിയ ഒരു മാറ്റമായിട്ട് കാണാം. കാരണം അദ്ദേഹത്തെ പോലൊരു നടൻ മാത്രമാണ് അത്തരത്തിലൊരു ഡെഡിക്കേഷനോട് കൂടി അതിന് ഇത്രയും കാലം, പ്രത്യേകിച്ച് പലവിധ കാരണങ്ങളാൽ ഇതിൻ്റെ ഷൂട്ടിംഗ് വളരെയധികം നീണ്ടുപോവുകയും അദ്ദേഹത്തിൻ്റെ ശരീരം തന്നെ വിട്ടുകൊടുത്തുകൊണ്ട് പരീക്ഷണത്തിന് വിട്ടുകൊടുത്തുകൊണ്ട് നിൽക്കുകയൊക്കെ ചെയ്തു എന്നുള്ളതാണ് ആ സിനിമയുടെ ഒരു വലിയ വിജയത്തിന് കാരണം എന്ന് പറയുന്നത്. നമ്മൾ പ്രേക്ഷകർ ഒന്നടങ്കം സമ്മതിച്ചാണ് അദ്ദേഹത്തിൻ്റെ ആ സിനിമയോടുള്ള ഒരു ഡെഡിക്കേഷൻ. അത് ആദ്യമൊക്കെ തുടക്കത്തിൽ പലരും ചോദിച്ചു പൃഥ്വിരാജിനെ കാസ്റ്റ് ചെയ്താൽ എങ്ങനെയാണ് പൃഥ്വിരാജ് നജീബിനോടൊപ്പം ആവുമെന്ന് ചോദിച്ചു. പക്ഷേ സിനിമ ഇറങ്ങിയപ്പോൾ പൃഥ്വിരാജ് അത് മനോഹരമായി അവതരിപ്പിച്ചു എന്ന് പ്രേക്ഷകർ ഒന്നടങ്കം പറയുന്നത് നമ്മൾ കേട്ടു എന്നുള്ളത്. ആ നടൻ്റെ ഒരു സമർപ്പണത്തിൻ്റെ ഫലം തന്നെയായിട്ടാണ് വലിയ സന്തോഷത്തോടു കൂടിയാണ് പൃഥ്വിരാജിൻ്റെ അഭിനയം നോക്കിക്കണ്ടത്. അല്ല, ഇത്തരം മറുപടികളൊക്കെ പണ്ടേ പറഞ്ഞിട്ടുള്ളതാണ്. കാരണം അന്ന് ഈ പറഞ്ഞ പോലെ പുസ്തകം വായിച്ച ചിലപ്പം 2 ലക്ഷം കോപ്പികൾ വെച്ചിട്ട് നമ്മളൊരു 10 ലക്ഷം പേര് ആ പുസ്തകം വായിച്ചിട്ടുണ്ടെന്ന് വെക്കാം. അപ്പോൾ ആ 10 ലക്ഷം പേരിലേ ഈ മറുപടികൾ എത്തിയിട്ടുള്ളൂ. ഇപ്പോൾ ഒരുപക്ഷെ 1.5 കോടി ആളുകൾ ഇത് സിനിമയെയും കഥയെ അറിയുകയും നജീബിനെ അറിയുകയൊക്കെ ചെയ്യുന്നുണ്ട്. സ്വാഭാവികമായിട്ടും അവരിലേക്ക് കൂടി ഈ വിശദീകരണങ്ങൾ എത്തേണ്ടതുണ്ട്. അതിപ്പോൾ പുതിയ വിശദീകരണങ്ങളല്ല. എല്ലാ കാലത്തും പുതിയ വായനക്കാർ ഉന്നയിച്ചുകൊണ്ടിരിക്കുന്ന ചോദ്യങ്ങൾക്ക് ഇടയ്ക്കിടയ്ക്ക് ചില മറുപടികൾ കൊടുക്കുന്നു. സിനിമ വന്നപ്പോൾ ഒരു മറുപടി കൂടെ കൊടുത്തു എന്ന് മാത്രമേ ഉള്ളൂ. അതിനൊരു ഒട്ടും പുതുമയില്ല. പുസ്തകം ഇറങ്ങിയ കാലം മുതൽ നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളുടെ ഒരു തുടർച്ച ഒരിക്കൽ കൂടി കൊടുത്തു. ഇപ്പോൾ സിനിമ ഇറങ്ങിയ പശ്ചാത്തലത്തിൽ ഒരു തവണ കൂടി വിശദീകരിച്ചു. കൂടുതൽ ആൾക്കാരിലേക്ക് അത് എത്തുന്ന തരത്തിൽ നിന്ന് മാത്രമേ ഉള്ളൂ. അല്ല, അതിന് പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല എന്ന് ഞാൻ കരുതുന്നത്. പിന്നെ സ്വാഭാവികമായിട്ടും സിനിമ ഇറങ്ങുമ്പോൾ അതിനോട് വിയോജിപ്പുള്ളവർ, നമ്മളോട് വ്യക്തിപരമായി വിയോജിപ്പുള്ളവരൊക്കെ അതിനെ ഏതെങ്കിലുമൊക്കെ തരത്തിൽ മുതലാക്കാനോ ഉപയോഗിക്കാനോ ഒക്കെ ശ്രമിക്കുക. അതൊക്കെ നമ്മൾ അത്തരത്തിൽ ഉപേക്ഷിച്ച് കളയുക എന്നതിൻ്റെ അപ്പുറത്ത് നമ്മൾ അതിനെയൊന്നും ഗൗരവമായി എടുക്കുന്നില്ല. എല്ലാവരുമായിട്ടും ഭയങ്കരമായ ബന്ധമുണ്ട്. കാരണം ഇത്രയും കാലം നമ്മൾ ഒന്നിച്ചു നിന്നു,
തോന്നുന്നു പലരും എന്താണ് മറ്റ് സിനിമകൾക്കൊന്നും പോകാതെയാണ് നമ്മളോടൊപ്പം നിന്നത്. അപ്പം ഷൂട്ടിംഗ് ലൊക്കേഷനിലൊക്കെ ആണെങ്കിലും നമ്മളെല്ലാവരും കൂടെയൊക്കെ ഉണ്ട്. അത് ഗോകുൽ മുതൽ ഇങ്ങോട്ട് സുനിൽ വരെ, ക്യാമറാമാൻ സുനിൽ വരെയുള്ള എത്രയോ ആൾക്കാരുമായിട്ട് വൈകാരികമായ വലിയ ബന്ധമുണ്ടാക്കിയെടുക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. അതൊരു നമ്മളൊരു ജോലി സ്ഥലത്ത് ഒന്നിച്ച് നിൽക്കുന്നത് പോലെ തന്നെയാണ്. ഒരു ഷൂട്ടിംഗ് ലൊക്കേഷനിൽ പോയി അപരിചിതരായ കുറേ പേർ ഒന്നിച്ച് കൂടുന്നു, പിന്നെ അവരൊരു സംഘമായി മാറുന്നു, അവരുടെ ഒരു ക്രിയേറ്റീവ് വർക്ക് ഒരു വലിയ എന്താണ് നല്ലൊരു ഔട്ട്പുട്ട് ഉണ്ടാകുന്നു എന്നൊക്കെ പറയുമ്പോൾ സ്വാഭാവികമായ ഒരു ബന്ധം അറിഞ്ഞോ അറിയാതെയോ ഉണ്ടായിത്തീരും. അത് എനിക്ക് തോന്നുന്നു അതൊക്കെ ഇനിയും ജീവിതകാലം മുഴുവൻ നിലനിൽക്കേണ്ട തരത്തിലുള്ള ബന്ധങ്ങളാണ് എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അങ്ങനെ ധാരാളം സീനുകൾ എന്ന് പറയാം, അങ്ങനെ പെട്ടെന്ന് ഒരു സീൻ അല്ലെങ്കിൽ പോലും അതിനകത്തെ പ്രധാനപ്പെട്ട പല സീനുകളും അങ്ങനെ തന്നെയാണ്. പ്രത്യേകിച്ചും മരുഭൂമിയിലെ കാറ്റൊക്കെ ചിത്രീകരിച്ചിരിക്കുന്നത് അത് ഒറിജിനൽ കാറ്റാണ്. അപ്പോൾ ഞാൻ പോലും എഴുതുമ്പോൾ അത്രയും തീക്ഷ്ണമായ ഒരു കാറ്റൊന്നും പ്രതീക്ഷിച്ചിട്ടില്ല. പക്ഷേ അത് കൃത്യമായി അത് കൊണ്ടുവന്നിട്ടുണ്ട്. അത് കൃത്യമായി റസൂൽ പൂക്കുട്ടി ഉൾപ്പെടെയുള്ളവർ അതിൻ്റെ ഈ കാറ്റിൻ്റെ ശബ്ദമൊക്കെ ഉൾപ്പെടെ കൊണ്ടുവരാൻ ശ്രമിച്ചിട്ടുണ്ട് എന്നുള്ളതാണ്. നിങ്ങൾ ശ്രദ്ധിച്ചാൽ അറിയാം, ഒരു സീനിൽ വെച്ച് ഈ നജീബിൻ്റെ ഉടുപ്പ് ചലിക്കുന്നതിൻ്റെ ശബ്ദം പോലും കേൾക്കത്തത്ര വിധത്തിൽ സൂക്ഷ്മമായി മരുഭൂമിയുടെ ഓരോ ശബ്ദങ്ങളും കൃത്യമായി പകർത്തിയിട്ടുണ്ട് ആ പടത്തിൽ എന്നുള്ളതാണ്. അതൊന്നും നമ്മൾ ഒരുപക്ഷെ എഴുതുന്ന കാലത്തൊന്നും അത്ര സൂക്ഷ്മമായി ശ്രദ്ധിക്കാത്ത പല കാര്യങ്ങളും ബ്ലെസ്സി ശ്രദ്ധിച്ചിട്ടുണ്ട് എന്നുള്ളതാണ്. ഇപ്പം വേഷങ്ങളെ സംബന്ധിച്ച്, അവരുടെ ഭാഷയെ സംബന്ധിച്ച്. ഇപ്പോൾ ആടുജീവിതത്തിൽ മലയാളത്തിലാണ് എല്ലാം പറയുന്നത്, പക്ഷേ ഇതിലേക്ക് വരുമ്പം അവർ എങ്ങനെ സംസാരിക്കും, അങ്ങനെ വളരെ നോവലിലുള്ളതിനേക്കാൾ സൂക്ഷ്മത യഥാർത്ഥത്തിൽ സിനിമയിലുണ്ട് എന്നുള്ളതാണ് യാഥാർത്ഥ്യം. അതൊക്കെ കാണുമ്പോൾ വലിയ സന്തോഷമാണുള്ളത്. പൃഥ്വിരാജിനെ ഞാൻ ആദ്യമായിട്ട് അവിടെ വെച്ചാണ്, അതിന് തൊട്ട് തലേദിവസമാണ് കാണുന്നത്. അല്ലെങ്കിൽ അമല പോളിനെ സിനിമ ഷൂട്ടിംഗ് ലൊക്കേഷൻ യഥാർത്ഥത്തിൽ അവിടെ വെച്ച് 1-2 ലൊക്കേഷനിലൊക്കെ അതിന് മുമ്പ് വളരെ അപൂർവമായി പോയിട്ടുണ്ടെങ്കിൽ പോലും നമ്മളുടേതെന്ന് പറയുന്ന അവിടെ ചെന്ന് കസേര വലിച്ചിട്ടിരിക്കാൻ തക്കാവുന്ന ഒരു ഇടത്തിലേക്ക് വലിയൊരു അനുഭവമാണ് യഥാർത്ഥത്തിൽ ഇത്. കാരണം എത്രയോ കൂട്ടായ കലാകാരന്മാരുടെ പ്രവർത്തനത്തിൽ നിന്നാണ് ഒരു സിനിമ ഉരുത്തിരിയുന്നത്. നമ്മളൊരാൾ ഒറ്റയ്ക്ക് ഒരു മുറിയിലിരുന്ന് എഴുതുന്നതിൽ നിന്ന് വ്യത്യസ്തമായി നിരന്തരമായി ചർച്ചകളിലൂടെ ഉരുത്തിരിയുകയും അപ്പോൾ സാഹചര്യങ്ങൾക്കനുസരിച്ച് മാറി മറിയുകയും ചെയ്യുന്ന ഒന്നാണ് സിനിമ എന്നാണ് നമ്മൾ മനസ്സിലാക്കിയിട്ടുള്ളത്. അതിൻ്റെ ഒരു കളക്റ്റീവ് ക്രിയേറ്റിവിറ്റിയുടെ പ്രോഡക്റ്റ് എന്ന നിലയിൽ അതിനെ നോക്കിക്കാണുന്നൊരു വലിയ സന്തോഷം ഉണ്ടായിട്ടുണ്ട്. പുതിയൊരു അനുഭവമായിട്ടുണ്ട്. പ്രത്യേകിച്ച് ക്യാമറ അത് ഉപയോഗിക്കുന്ന വിധങ്ങൾ, ഇത് ആക്ട് ചെയ്യുന്ന വിധങ്ങൾ ഒക്കെ നമുക്കൊരു തീർച്ചയായിട്ടും പുതിയൊരു ഫീൽഡിൽ എത്തുമ്പോൾ ഉണ്ടാകുന്ന വലിയ അനുഭവങ്ങൾ എനിക്കുണ്ടായിട്ടുണ്ട്. അല്ല, എൻ്റെ ഒരു ഏരിയ സാഹിത്യമാണെന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. അതിൻ്റെ പുറത്തേക്ക് പോയി ചെയ്യുന്നത് വൺസ് ഇൻ എ വൈൽ ഒരു സാധ്യത എന്ന നിലയിൽ, ഒരു പരീക്ഷണം എന്ന നിലയിൽ, ഒരു സന്തോഷം എന്ന നിലയിൽ മാത്രമാണ്. പക്ഷെ ഒരിക്കലും അത് സിനിമയാണ് ഇനി നാളെ മുതൽ എൻ്റെ ജീവിതം എന്ന് വിചാരിച്ച് ഞാൻ ഇത്രയും കാലം, എൻ്റെ 4 നൂറ്റാണ്ട് കാലത്തെ എൻ്റെ ജീവിതത്തെ, എൻ്റെ സ്വപ്നത്തെ ഒന്നും ഉപേക്ഷിക്കാൻ തയ്യാറല്ല. അതേസമയത്ത് ഇപ്പോൾ ഒരു സാധ്യത ഒരാൾ വരികയാണ്, നമുക്കൊരു സിനിമ ചെയ്യാം, അതേസമയം എനിക്ക് താല്പര്യമുള്ളതും എൻ്റെ നോവൽ ആവുകയൊക്കെ ചെയ്യുകയും അങ്ങനെ സിങ്കാവും, ഇപ്പോൾ ഈ ടീമിനോട് സിങ്കായതുപോലെ ഒരു സിങ്കാവുകയൊക്കെ ചെയ്തു കഴിഞ്ഞാൽ സിനിമയോട് എനിക്ക് വിയോജിപ്പില്ല. പക്ഷേ നാളെ മുതൽ എൻ്റെ ജീവിതം സിനിമയാണെന്ന തട്ടിലേക്ക് ഇറങ്ങി പോകുന്നില്ല. ഞാനൊരു ഉറച്ച പ്രതലത്തിൽ സാഹിത്യത്തിൽ നിൽക്കുകയാണ്. അവിടെ തന്നെ തുടരാനാണ് എൻ്റെ മനസ്സുകൊണ്ട് ആഗ്രഹം. കാരണം ഞാനിങ്ങനെ ഒറ്റയ്ക്കിരിക്കാൻ ആഗ്രഹിക്കുന്ന ആൾ, ഏകാന്തതയിലിരുന്ന് എഴുതാൻ. സിനിമ എന്ന് പറയുന്നത് ഒരു കൂട്ടായ പ്രവർത്തനമാണ്, ചർച്ചയാണ്, കൊടുക്കുവാങ്ങലുകളാണ്. ലൊക്കേഷനിൽ വെച്ച് പോലും ഈ ഡയലോഗുകൾ മാറുന്ന ഇടമാണ്. പല സാഹചര്യങ്ങൾ കൊണ്ട് ചിലപ്പോൾ സീനുകൾ മാറുന്ന സാഹചര്യമുണ്ടാവും. നോവലും കഥയൊന്നും അങ്ങനെയല്ല. ഇത് നമ്മളെ ഒരു ഏകാധിപതിയെ പോലെ ഇരുന്ന് നമ്മുടെ സ്വകാര്യതയിലിരുന്ന് സൃഷ്ടിക്കുന്നതാണ്. അതിനോടാണ് കൂടുതൽ താല്പര്യം എന്നേ ഉള്ളൂ. അങ്ങനെ തോന്നില്ല. എന്നുവെച്ചാൽ കാര്യം അങ്ങനെ ഒരുപക്ഷെ ഇനിയിപ്പോൾ ആലോചിച്ചാലാവുമായിരിക്കും. പക്ഷേ ഞാൻ ഈ നോവൽ എഴുതി കഴിഞ്ഞാൽ പിന്നീട് അതിലേക്ക് കടന്നു പോകുന്ന ഒരു പരിപാടിയില്ല. സമ്പൂർണ്ണമായി അതിനെ ഉപേക്ഷിക്കുകയും ഞാൻ പുതിയ വിഷയങ്ങളെ തേടിപ്പോവുകയും ചെയ്യുന്നതുകൊണ്ട് തിരിഞ്ഞുപോയി ഇനി ഇതിനെന്തെല്ലാം സാധ്യതകൾ അന്വേഷിക്കാമായിരുന്നു എന്ന് ചെയ്യുന്നൊരു പരിപാടിയില്ല. അതുകൊണ്ടാണ് ചിലപ്പോൾ തീർച്ചയായിട്ടും അങ്ങനെ ആലോചിച്ചാൽ ചിലപ്പോൾ ചിലതൊക്കെ കാണും. കാരണം കുറേ വർഷങ്ങൾക്ക് മുമ്പാണ് പറഞ്ഞതുപോലെ ബ്ലെസ്സി സാർ ഇതിന്മേൽ നടത്തിയിട്ടുള്ള അന്വേഷണം, അതിൻ്റെ സൂക്ഷ്മത ഒക്കെ വെച്ച് നോക്കുമ്പം നോവലിൽ വേണമെങ്കിൽ ചില ഭാഗങ്ങളൊക്കെ തിരുത്താമായിരുന്നു എന്ന് വേണമെങ്കിൽ ആലോചിക്കാൻ വകയുണ്ട്. പലരും എന്നോട് പറയാവുന്നത് പോലെ ഒരു എഴുത്തുകാരന് കിട്ടാവുന്ന ഏറ്റവും വലിയ മഹാഭാഗ്യമായിട്ടാണ് കരുതുന്നത്. കാരണം ഒരു സംവിധായകൻ അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൻ്റെ 16 വർഷങ്ങൾ ഒരു പുസ്തകം, നമ്മൾ എഴുതിയൊരു പുസ്തകത്തിൽ വിശ്വസിച്ച് അതിനോടൊപ്പം നടക്കുന്നു. ഒരു നടൻ അദ്ദേഹത്തിൻ്റെ ശരീരം പരീക്ഷണത്തിന് വിട്ടുകൊടുത്തുകൊണ്ട് നമ്മോട് നിൽക്കുന്നു. റഹ്മാനെ പോലെ ആരും കൊതിക്കുന്ന ഒരു സംവിധായകൻ വന്നിട്ട് നമ്മളോട് ചേർന്ന് നിൽക്കുകയും അതിൻ്റെ ഭാഗമാവുകയും ചെയ്യുന്നു. അദ്ദേഹം വെറുതെ സംഗീതം ചെയ്തിട്ട് പോവുകയല്ല. അദ്ദേഹം ഷൂട്ടിംഗ് ലൊക്കേഷനിൽ വരുന്നു, നമുക്ക് വേണ്ടി പ്രൊമോഷൻ വീഡിയോ ചെയ്യുന്നു, നമ്മളോടൊപ്പം എല്ലായിടത്തും ഈ പ്രൊമോഷന് വേണ്ടി സംസാരിക്കാൻ പത്രസമ്മേളനങ്ങളിൽ വരുന്നു. അങ്ങനെ നമ്മുടെ ഭാഗമായി നിന്നുകൊണ്ട് നമ്മൾ പറയുന്ന ചില അഭിപ്രായങ്ങൾ കേട്ടുകൊണ്ടോ അത്ഭുതപ്പെടുത്തുന്ന തരത്തിലുള്ള
പ്രതികരണമാണ് എ ആർ റഹ്മാനിൽ നിന്നുണ്ടായിട്ടുള്ളത്. ഞാൻ പറഞ്ഞിട്ടുള്ള ഒരു ചെറിയ സജഷൻ പോലും അദ്ദേഹം സ്വീകരിക്കാൻ തയ്യാറായിട്ടുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ അത്തരത്തിലുള്ള ഒരു മഹാഭാഗ്യ യഥാർത്ഥത്തിൽ എഴുത്തുകാരൻ എന്ന നിലയിൽ, ഒരു പുസ്തകത്തിൻ്റെ രചയിതാവ് എന്ന നിലയിൽ ഉണ്ടായിട്ടുണ്ട് എന്നുള്ളതാണ്. അത് അപൂർവം പേർക്ക് ലഭിക്കുന്ന മഹാഭാഗ്യങ്ങളിലൊന്നാണ്. അത് ലഭിച്ചു എന്നുള്ളത് വലിയ കാര്യമായി ഞാൻ കരുതുന്നു. ക്രിസ്റ്റി സിനിമ എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ആൽവിൻ എന്ന് പറയുന്ന സംവിധായകൻ ഒരു ദിവസം എന്നെ സമീപിച്ച് പറഞ്ഞതാണ്. അപ്പോൾ അത് വളരെ എനിക്ക് കേട്ടപ്പം സന്തോഷം തോന്നി. കാരണം ഞാൻ എൻ്റെ ഒരു കഥയല്ലാത്ത ഒന്നിന്മേൽ, ഞാൻ മുമ്പേ സൂചിപ്പിച്ചതുപോലെ എപ്പോഴും ഒരു തവണ ഏതുതരം പരീക്ഷണങ്ങൾക്ക് ഇറങ്ങാൻ താല്പര്യപ്പെടുന്ന ഒരാളാണ് ഞാൻ. അപ്പോൾ ഞാനൊരു പുസ്തകം പരിഭാഷപ്പെടുത്തിയിട്ടുണ്ട്, ദീപക് ഉണ്ണികൃഷ്ണൻ്റെ ടെമ്പററി പീപ്പിൾ എന്ന് പറയുന്നത്. അതൊരു പരീക്ഷണമായിരുന്നു. അതുകൊണ്ട് ഞാൻ എല്ലാ പ്രാവശ്യവും പരിഭാഷയാണ് എൻ്റെ തൊഴിലെന്നുള്ളതിൽ അത്തരത്തിലുള്ള വണ്ടിയും പരീക്ഷണം എന്ന നിലയിലാണ് ഞാൻ ക്രിസ്റ്റിയെ കണ്ടത്. പക്ഷേ ഈ പറഞ്ഞതുപോലെ നോവലെഴുത്ത് പോലെ അല്ല തിരക്കഥ രചന എന്ന് എനിക്ക് പൂർണ്ണമായിട്ടും ബോധ്യമുണ്ട്. അത് രണ്ടും രണ്ട് കളത്തിൽ കളിക്കുന്ന രണ്ട് തരം കളികളാണ്. അപ്പോൾ അത് ഒറ്റയ്ക്ക് നിന്ന് ചെയ്യാനുള്ള ഒരു ഭയം കൊണ്ടോ ഒക്കെയാണ് ഞാൻ ഇന്ദുഗോപനോട് സമീപിക്കുകയും ഇന്ദുഗോപൻ വളരെ സന്തോഷത്തോടുകൂടി സമീപിക്കുകയൊക്കെ ചെയ്തത്. അതൊരു വളരെ ഈ പറഞ്ഞതുപോലെ സിനിമ വലിയ വിജയമൊന്നും ആയില്ലെങ്കിൽ പോലും ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം അത് വലിയ അനുഭവമായിരുന്നു. കാരണം ഈ പറഞ്ഞതുപോലെ രണ്ടുപേർ കൂടിയിരുന്ന് എഴുതുന്നു, ആലോചനകളുണ്ടാകുന്നു, അതിനകത്തേക്ക് സംവിധായകനും കൂടെ വരുന്നു, 3 പേരുടെ ചർച്ചയാകുന്നു, പിന്നീട് അത് ഗ്രൂപ്പായി ചർച്ചയാകുന്നു. അപ്പോൾ നമ്മൾ ഏകാധിപതിയാണ് എഴുത്തിൽ എന്ന് വിചാരിച്ചെടുത്തതെന്ന് വിട്ടുകൊടുപ്പിൻ്റേതായ ഒരു വലിയ ഇടമുണ്ട് എഴുത്തിൽ എന്ന് നമുക്ക് തെളിഞ്ഞു തന്ന ഒന്നാണ്. അന്ന് പിന്നെ അതിന് ശേഷം ആടുജീവിതത്തിൻ്റെ ഷൂട്ട് തുടങ്ങിയ ശേഷമാണ് അത് തുടങ്ങിയത്. അപ്പം രണ്ടാമത് അതിൻ്റെ ഷൂട്ടിംഗ് ലൊക്കേഷനിലൊക്കെ പോകാൻ പറ്റി. അതിലെല്ലാം ഉപരിയായി ഇന്ദുഗോപനുമായിട്ട് വലിയൊരു സൗഹൃദം ഉണ്ടാവാൻ കഴിഞ്ഞു. ഞങ്ങൾ എഴുത്തുകാരെന്ന നിലയിൽ നേരത്തെ അറിയാമെങ്കിൽ പോലും അതിലുപരിയായ ഒരു സൗഹൃദം. അതുകൊണ്ടാണ് ഈ യാത്രയിൽ ഇപ്പോൾ ഞങ്ങൾ പോർച്ചുഗൽ, സ്പെയിൻ, ഇറ്റലി യാത്ര കഴിഞ്ഞ് വന്നതേ ഉള്ളൂ. അത് ഇന്ദുഗോപൻ്റെ ആനോ എന്ന് പറയുന്ന നോവലിനെ ആസ്പദമാക്കി അതിൻ്റെ അകത്തെ ആനോ സഞ്ചരിച്ച വഴികളിലൂടെയാണ് നടന്നത്. അപ്പോൾ അങ്ങനെ ഞങ്ങൾ തമ്മിലുള്ളൊരു സൗഹൃദം ഉണ്ടാവുന്നതിന് അതൊരു കാരണമായി. അപ്പോൾ ക്രിസ്റ്റി അത്തരത്തിലൊക്കെ വലിയ ഒരു സൗഹൃദത്തിൻ്റെയും തിരിച്ചറിവിൻ്റെയും ഒരു അനുഭവത്തിൻ്റെയൊക്കെ ഇടമായിരുന്നു. ഇന്ത്യൻ ജനാധിപത്യത്തിൻ്റെ ഇതിനോളമുള്ള യാത്ര പലപ്പോഴും നോക്കിക്കഴിഞ്ഞാൽ ഇങ്ങനെ ഏകാധിപത്യത്തിലേക്ക് വളർന്നു വന്ന പലരെയും ഒറ്റയടിക്ക് നിലത്ത് നിരമ്പരിശാക്കിയതിൻ്റെ കഥയും നമുക്ക് അറിയാൻ ഉണ്ട്. നമ്മൾ എഴുതാൻ ആഗ്രഹിച്ചത് നമ്മളെക്കാൾ മനോഹരമായി മറ്റൊരാൾ എഴുതി വെക്കുമ്പോഴാണ് നമുക്ക് ഒരു എഴുത്തുകാരൻ പ്രിയപ്പെട്ടതാവുന്നത്, അല്ലെങ്കിൽ നമ്മളെ അത്ഭുതപ്പെടുത്തുന്ന ചിലത് അതിൽ നിന്ന് കിട്ടുന്നു എന്നുള്ളതാണ്. യഥാർത്ഥത്തിൽ മറ്റു പുസ്തകങ്ങളിലേക്ക് കൂട്ടിക്കൊണ്ടു പോകുന്ന ഒരു വഴിയായിട്ടാണ് ഞാൻ ആടുജീവിതത്തെ കാണുന്നത്. ആടുജീവിതം എഴുതിയില്ലായിരുന്നെങ്കിൽ എൻ്റെ മറ്റു പുസ്തകങ്ങൾ അത്തരത്തിൽ വായിക്കപ്പെടില്ല. ഒരു 20 വർഷം മുമ്പ് മലയാളത്തിൽ ഒരു സാധ്യതയും ഇല്ലാതിരുന്ന എത്രയോ ആളുകൾ ഈ സാങ്കേതികവിദ്യയുടെ സൗകര്യം ഉപയോഗിച്ചുകൊണ്ട് മലയാളം എഴുതുകയും മലയാളത്തോട് ബന്ധപ്പെടുകയും അതാത് രാജ്യങ്ങളിലെ അനുഭവങ്ങൾ നമുക്ക് പങ്കുവെക്കുകയും ചെയ്തുകൊണ്ടേയിരിക്കുന്നുണ്ട്. തീക്കാറ്റും വെയിൽനാളവും നിന്നെ കടന്നു പോകും, നീ അവയ്ക്ക് മുന്നിൽ കീഴടങ്ങരുത്, തളരുകയും അരുത്, നിന്റെ ജീവനെ അത് ചോദിക്കും, വിട്ടുകൊടുക്കരുത്.